ആദാം പാപം ചെയ്തപ്പോൾ അതിന്റെ പരിണിത ഫലമായ മരണമായ ദൈവവുമായിട്ടുള്ള ബന്ധം അറ്റുപോകുന്ന അനുഭവം നിങ്ങൾ നോക്കിയേ പ്രിയരെ. പ്രാർത്ഥിക്കുന്നവന് സമൂഹത്തിൽ എന്ത് വിലയുണ്ട്? മദ്യപിച്ച് മതോന്മത്തനായി വീട്ടുകാർക്കും നാട്ടുകാർക്കും സമാധാനം കൊടുക്കാതെ ദേശത്ത് ആകമാനം ഒരു ചർച്ചാ വിഷയമായി, കുഞ്ഞുങ്ങളെ നോക്കാതെ സ്വന്തം സഹധർമ്മിണിയെ നോക്കാതെ വളരെ മാതൃകാരഹിതമായി ജീവിച്ചൊരു മനുഷ്യൻ, പള്ളിക്കാർക്ക് വേണ്ട, മതക്കാർക്ക് വേണ്ട, സഭക്കാർക്ക് വേണ്ട, ആർക്കും വേണ്ട. എന്നാൽ ആ മനുഷ്യൻ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ട ഒരു ദിവസം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മദ്യപാനം നിർത്തി, പാപവഴികൾ വിട്ടു, അവരുടെ ജീവിതത്തിൽ അന്ന് വരെ അനുവർത്തിച്ചു വന്നിരുന്ന തെറ്റായ സകല മാർഗങ്ങളും വിട്ടു. സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സമൂഹം അംഗീകരിക്കണം. തന്റെ ഭാര്യയെ നോക്കാൻ തുടങ്ങി, കുഞ്ഞുങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങി, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ ബുക്കും പുസ്തകം ഉണ്ടോന്ന് അന്വേഷിക്കാൻ തുടങ്ങി, അവർക്ക് പോഷകം അടങ്ങിയ ഭക്ഷണം ഉണ്ടോന്ന് അന്വേഷിക്കാൻ തുടങ്ങി. സമൂഹം ആ മനുഷ്യനെ അംഗീകരിക്കുവല്ലേ ചെയ്യണ്ടേ? നാടൻ ഭാഷയെ പറഞ്ഞ കള്ളും കുടിച്ച് തലയും കുത്തി നടന്ന മനുഷ്യൻ പ്രാർത്ഥനയ്ക്ക് പോയി നല്ലവനായപ്പോൾ സമൂഹം അവനെ അംഗീകരിക്കണം. പക്ഷെ ഈ സമൂഹം എന്താ ചെയ്യുന്നത്? അവന് കൂട്ടുകാരുണ്ടോ? സമൂഹത്തിൽ അവനോട് സംസാരിക്കാൻ ആൾക്കാരുണ്ടോ? സഹകരിക്കാൻ ആളുണ്ടോ? എന്താ സംഭവിക്കുക? ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള മനുഷ്യൻ, ദൈവിക കൂട്ടായ്മ അനുഭവിക്കുന്ന മനുഷ്യൻ, പ്രാർത്ഥിക്കുന്നവൻ, പാടുന്നവൻ, പാപവഴികളെ വിട്ടവൻ, പാപാന്ധകാരത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചവൻ സമൂഹത്തിൽ ഇന്നും ഒരു നിന്ദാപാത്രമാ. അവൻ ഇന്നും നിന്ദിതനാ. ഇതിൽ നിന്ന് എന്ത് നമ്മൾ മനസ്സിലാക്കണം? വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. വചനം അറിയാവുന്ന പലരും ഇവിടെ ഇരിപ്പുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എഫേസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നിങ്ങൾ പ്രാർത്ഥനക്കാരാകുന്നതിന് മുമ്പ്, നിങ്ങൾ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ആത്മീയ ജീവിതം നയിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ സുഖമെന്നും സന്തോഷമെന്നും അടിച്ചുപൊളിയെന്നും കൂട്ടുകെട്ടെന്നും ആഘോഷമെന്നും പറഞ്ഞ് നടന്ന നിങ്ങളുടെ ജീവിതം വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അത് മരണകരമായ ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് ബൈബിൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ആദാമിൽ എല്ലാവരും മരിച്ചു, ക്രിസ്തുവിൽ എല്ലാവരും ജീവൻ പ്രാപിക്കുന്നു. ആദാം പാപം ചെയ്തതിന്റെ പരിണിത ഫലമായി മാനവകുലത്തിന് സംഭവിച്ച മരണമായ ദൈവവുമായിട്ടുള്ള അറ്റുപോയ ബന്ധം, ഊഷ്മളമായിരുന്ന ബന്ധം, ഹാർമോണിയസ് ആയിരുന്ന ബന്ധം, വെയിലാറുമ്പോൾ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തോടുകൂടെ സന്തോഷിച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തെ കണ്ട് ഓടി ഒളിച്ചു. അത് അവന് മരണകരമായ ജീവിതമായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിലൂടെ സകലരും ജീവൻ പ്രാപിച്ചു എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. യേശു പറയുന്നുണ്ട്, ഞാൻ വന്നത് നിങ്ങൾക്ക് വീട് തരാനും AC കാർ തരാനും വിദേശത്ത് കൊണ്ടുപോകാനും എന്നല്ല എഴുതിയിരിക്കുന്നത്. അതല്ല അനുഗ്രഹത്തിന്റെ പരിണിത ഫലമായി സംഭവിക്കുന്ന യഥാർത്ഥ അനുഗ്രഹം എന്താ? ദൈവവുമായിട്ട് അറ്റുപോയ ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നതാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, പാപവഴികളിൽ നടക്കുന്ന മനുഷ്യനെ, പാപത്തിൽ മുങ്ങി ജീവിക്കുന്ന മനുഷ്യന് കൂട്ടുകാരോട് ഒരുപാടുണ്ട്. ഒരു കുപ്പിയെടുക്കാൻ, ഷെയർ ഇടാൻ ആളുകൾ ക്യൂ ആണ്.
എന്നാൽ വീട്ടിൽ അരിയുണ്ടോ എന്നൊരു കൂട്ടുകാരനും അന്വേഷിക്കുകയല്ല. ഭാര്യയ്ക്ക് നല്ല വസ്ത്രമില്ല, കുഞ്ഞുങ്ങൾക്ക് മാന്യമായും ദേശത്ത് തലയുയർത്തി ജീവിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും ആ മനുഷ്യന് ധാരാളം സ്നേഹിതരുണ്ട് നാട്ടിൽ. എന്നാൽ ഒരു നാട്ടിൽ 100 കുടുംബങ്ങളുള്ള ഒരു ദേശത്ത്, ഒരു കോളനിയിൽ ഒരു പ്രാർത്ഥനക്കാരനുണ്ടെങ്കിൽ അയാളോട് സംസാരിക്കാൻ ആളില്ല, അയാളോട് കൂട്ടുകൂടാൻ ആളില്ല. ഈ ലോകത്തിന്റെ ഗതി എങ്ങോട്ടാ? ഞാൻ വിചാരിക്കുന്നത് കർഷകരുടെ നാടാണെന്നാ. ഇവിടെ ഒരുപാട് കൃഷിഭൂമികളും റബ്ബർ തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. കൃഷി ചെയ്ത് ശീലമുള്ളവർക്കറിയാം ഒരു കപ്പ നട്ട് കിളിപ്പിക്കാൻ എന്ത് പാടുപെടണം. എന്നാൽ ഇവിടെ ഈ കാടും പടലും ആരും വളമിടുന്നില്ല, ആരും വെള്ളം ഒഴിക്കുന്നില്ല, ഒരു കീടങ്ങളും അത് തിന്നു കളയുന്നില്ല. തിന്മ ആർത്തു വളരുകയാണ്. ആർത്തു വളരുന്നത് തിന്മയാണ്. കൂട്ടുകൂടുതലുള്ള തിന്മയ്ക്കാണ്, ആള് കൂടുതലുള്ള തിന്മയ്ക്കാണ്. എന്നാൽ ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളെക്കാളും അധികമായി ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവമുമ്പാകെ ഒരു കുറ്റക്കാരനാവും. സമൂഹം പ്രാർത്ഥനക്കാരനെ പരമാവധി അപമാനിച്ചില്ലേ പ്രിയരെ? പാസ്റ്ററെ എന്ന് വിളിച്ച് കളിയാക്കിയില്ലേ? പ്രാർത്ഥനക്കാരൻ ഇപ്പം നൂലേൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് നിന്ദിച്ചില്ലേ? എന്നാൽ ഇവരാരും പിന്തിരിഞ്ഞോടിയില്ല. എന്താ രഹസ്യമെന്നറിയാമോ? അവർ ബഹുസമ്പന്നരായതുകൊണ്ടല്ല, പ്രാർത്ഥനയ്ക്ക് വന്ന ശേഷം അവർക്ക് വിദേശ ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ടല്ല, അവർക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ധൈര്യത്തോടെ ദൈവസന്നിധി സാക്ഷ്യം പറയാൻ കഴിയുന്നവർ. ഞങ്ങൾ പണം കണ്ട് നിൽക്കുന്നവരല്ല, ലോകത്തിന്റെ മോഹന വാഗ്ദാനങ്ങൾ കൊണ്ട് ഹല്ലേലൂയ ഏതെങ്കിലും ഒരു സംഘത്തിന്റെയോ സംഘടനയുടെ കൂടെ നിൽക്കുന്നവരല്ല. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവിക കൂട്ടായ്മ അനുഭവിക്കുന്നവരാണ്. ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഞങ്ങളെ നിന്ദിക്കുന്നുണ്ട്, സഹോദരങ്ങൾ ഞങ്ങളെ അപമാനിക്കുന്നുണ്ട്. ഞങ്ങളുടെ ശരീരത്തിൽ കൂടെ ഓടുന്ന അതേ രക്തവും അതേ ഗ്രൂപ്പ് രക്തം, അതേ ആ DNA തന്നെയുള്ള ഞങ്ങളുടെ കൂട്ട് സഹോദരൻ അല്ലെ സഹോദരി, ആങ്ങള അല്ലെ പെങ്ങള്, ഞങ്ങളൊരു പ്രാർത്ഥനക്കാരനായത് നിമിത്തം ഞങ്ങളെ ഒരുപാട് നിന്ദിക്കുന്നുണ്ട് പ്രിയരെ. എന്നിട്ടും തല ഉയർത്തി നിൽക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാവോ? നെഞ്ചു വിരിച്ച് നിൽക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാവോ? ഒരു മനുഷ്യൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നഷ്ടമേതാ? ദൈവവുമായിട്ടുള്ള ബന്ധമറ്റുപോയതാ. അമ്മയെ ചറപറ വെട്ടിക്കൊന്നിട്ടും ഒരു കൂസലുമില്ലാതെ ഒരു മകൻ പോലീസിന്റെ കൂടെ തെളിവെടുപ്പിന് ഇന്ന് രാവിലെ വന്നില്ലേ? അപ്പനെ തലക്കടിച്ചു കൊന്നവൻ, 4 വയസ്സുള്ള സ്വന്തം മകളെ പീഡിപ്പിച്ച അപ്പൻ, ഇത്ര പൈശാചികമായ ഒരു ജീവിതത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഞങ്ങളെ ദൈവിക കൂട്ടായ്മയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകാനും. വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുവാ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ പറഞ്ഞേ നിത്യജീവൻ. നശിച്ചു പോകാതെ കോടീശ്വരനാകാൻ എന്നല്ല, അതല്ല, ഈ ഭൂമി നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒന്നാണ് ദൈവിക കൂട്ടായ്മയായ നിത്യജീവൻ. ഈ മാതാവ് അത് പ്രാപിച്ചവളാ. ഈ മാതാവിന് അത് നേടാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് അഭിമാനത്തോടെയാണ് മണ്ണിൽ നിന്നെടുത്ത ഈ ശരീരം തിരിച്ച് ഞങ്ങൾ മണ്ണിലേക്ക് അയക്കുന്നത്. അതുകൊണ്ടാണ് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ ഇവിടെ നിന്ന് കർത്താവിന്റെ വചനം ധൈര്യസമേതം വിളിച്ചു പറയുന്നത്. ആകയാൽ ഈ ശുശ്രൂഷകളെ സ്വർഗത്തിലെ ദൈവം ഏറ്റവും ശോഭനമാക്കി തേജസ്സോടെ നടത്തി